ഇത്രയുള്ള ഹൈറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് 2 ലോക്കാണ്. ആക്ച്വലി ചില ഹോൾഡേഴ്സ് നിങ്ങൾ സാധാ ഹോൾഡർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്വം മാത്രം ഉണ്ടെങ്കിൽ ഇതുപോലുണ്ട് വേറെ ലോക്കും ഉണ്ട് അകത്തുനിന്ന്. ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് താഴേക്ക് പ്രസ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സാധനത്തിന് താഴേക്ക് പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ലോക്കാണ്. അപ്പൊ ഈ 2 ലോക്ക് ഉണ്ടെങ്കിൽ ഏതൊരു നമ്മുടെ കാർ മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ടും കാര്യമുള്ളൂ. അപ്പൊ സാധാരണ ഇത് ഇതിനകത്താണ് വെച്ചേക്കുന്നത്. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ സാധനം കൊടുക്കണം, സ്മൂത്ത് ആയിട്ടിരുന്നുണ്ടോ. ഞാനിപ്പോ കാറിൽ ഇരിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാറൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ ഹോൾഡറിനെ കുറിച്ചിട്ട്. എല്ലാ കാർ ഹോൾഡറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ ഹോൾഡർ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ എന്നെ പോലെ യൂട്യൂബ് വ്ളോഗേഴ്സിനോ ഒക്കെ ഒരുപാട് ഉപകാരപ്പെടും. കാരണം വെച്ചാൽ ട്രാവൽ ടൈമിൽ കാറിനകത്ത് പോകുന്ന സീക്വൻസൊക്കെ നേരത്തെ നമ്മുടെ കടൽ മച്ചാൻ്റെ ഷൂട്ടൊക്കെ ചെയ്ത സമയത്ത് ആ പോകുന്ന സീക്വൻസൊക്കെ ഞാൻ ഒരിക്കലും കൈ വെച്ചിട്ടോ ഒന്നുമല്ല എടുത്തത്. ഈ പറഞ്ഞ ഹോൾഡറിൽ വെച്ചിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് എടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലോട്ട് കയറിയിട്ട് പറയാം. ഞാൻ ശ്രീരാജ്. എല്ലാവർക്കും vblog4uന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ താഴെ കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇരിക്കുന്ന മുതലിനെ കുറിച്ചിട്ടാണ്. ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കാർ മൊബൈൽ ഹോൾഡർ. അപ്പോൾ നോർമലി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഹോൾഡറുകൾ ഈ കാണുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ടൈപ്പ് സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രാവൽ ടൈമിൽ നമ്മൾ ഈ GPS ഇട്ടിട്ട്, അതായത് മാപ്പ് ഇട്ടിട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ക്ലിപ്പ് ഓണാക്കി അതിലേക്ക് വെച്ച് പ്രസ് വെച്ചിട്ട് പോകും. അപ്പോൾ പെട്ടെന്നൊരു കോൾ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഡ്രൈവ് ടൈമിൽ തന്നെ കോൾ എടുത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട് ചെവിയിലേക്ക് ഫോൺ വെച്ചിട്ട്. പക്ഷേ അതൊരിക്കലും നമ്മൾ ആ ഒരു ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഞാനും അത് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്താ 2 കൈയും കൊണ്ട് പിടിച്ച് അല്ലെങ്കിൽ ഒറ്റ കൈ കൊണ്ട് ആ ഒരു ബാലൻസിങ് നല്ല രീതിയിൽ പ്രഷർ നമുക്ക് അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ വണ്ടി ചിലപ്പോൾ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. മുന്നിലുള്ള എന്തെങ്കിലും കറാമ്പറപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൊണ്ട് അത് ഇടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ല, ചിലർ സൈഡിലേക്ക് ഒതുക്കിയിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ സംഭവിക്കും. അപ്പോൾ അതായത് നമ്മൾ ഈ മൊബൈൽ ഹോൾഡറിലേക്ക് ഫോൺ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പെടേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാഗ്നറ്റിക് ബേസ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ സൈഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സൈഡാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പൗച്ച് ഉണ്ടെങ്കിൽ പൗച്ച് ചെറിയൊരു പ്ലേറ്റ്, ഇതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു പ്ലേറ്റ് അതിനകത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി, പിടിച്ചങ്ങ് ഇരുന്നോളും. അപ്പോൾ ചോദിക്കും താഴെ ചിലപ്പം വീടില്ലേ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ. എൻ്റെ OnePlusൻ്റെ ഫോണെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഫോണാണ്. അപ്പോൾ ഞാൻ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മുന്നേ പറയുന്നത് ഇതിന് കുറേ നാളുകൾക്ക് മുന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്താ പറയുക, വെയിറ്റ് കൂടിയിട്ട് ഈ അടിയിലെ വാക്വത്തിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി വരിക, കമന്ന് വീഴുക, ഒരുപാട് തവണ എനിക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനത്തിനകത്ത് ആ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അത് ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. കാരണം ഇത് വാങ്ങുന്നത് നമ്മുടെ മലപ്പുറം തിരൂരിൽ നിന്നാണ്. ഇതും നമ്മുടെ ഷൂട്ടിംഗ് സാമഗ്രികളൊക്കെ വാങ്ങിച്ചൊരു വീഡിയോ ബ്ലോഗ് നമ്മുടെ തിരൂരിൽ നിന്ന് വാങ്ങിച്ചു, ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച ശേഷം ഞാൻ തൃശ്ശൂർ പിന്നെ കോട്ടയം ഈ ഭാഗത്തൊക്കെ ഒരു ഫുഡ് ബ്ലോഗിങ്ങിൻ്റെയും പർപ്പസിനായിട്ട് ഞാൻ പോയത്. ഇപ്പോൾ ഒരു 3 ദിവസത്തോളം നമ്മുടെ നോർമൽ റോഡ്, ടാർട്ട് റോഡ് ത്രൂ ഔട്ട് ഇതിനകത്ത് ഇരുന്നിട്ടും ഒരു കുഴപ്പവും എനിക്ക് അന്നുണ്ടായില്ല. 3 ദിവസം അടുപ്പിച്ചാണ് സംഭവിച്ചത് മനസ്സിലാക്കണം. പിന്നീട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിനടുത്താവുന്നു ഇത് ഉപയോഗിക്കാനും തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. പിന്നെ ഒരു വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, കടൽ മച്ചാൻ്റെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് അതും ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നോക്കിയിരുന്നാൽ മതി. ട്രാവൽ ടൈമിൽ ഞാൻ ചെയ്ത ഷോട്ടൊക്കെ ഇതിൽ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ട്രാവൽ ടൈമിലൊക്കെ ഷോട്ട് എടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അത് വളരെയധികം ഉപകാരപ്പെടുന്ന സംഭവമാണ്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ടൈമിൽ ട്രാവൽ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫംഗ്ഷനിങ്ങും കാര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ ആ പോർഷനിലേക്ക് പോവാം. ഇപ്പോൾ ഓൾറെഡി ഡമ്മിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫോണിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കുറേ നേരമായിട്ട് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ സൈഡ് ബേസ് ആയിട്ടാണ് കിടക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മുടെ അമലിൻ്റെ ഫോണാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഈ ലോക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സൈഡിൽ വെച്ചേക്കുന്നത്. ഇത് കണ്ടല്ലേ, ഞാൻ ഈ ഫോൺ കൊണ്ടുവന്നിട്ട് അടുത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് സാധനം അതിനകത്ത് ലോക്കാണ്.
ഇതിനകത്ത് തന്നെ ഹൈറ്റും കാര്യമൊക്കെ അതെ ഈ രീതിയിൽ ഹൈറ്റും കാര്യങ്ങളുള്ള ഈ സൈഡിൽ കാണിച്ച് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ കൂട്ടി വെക്കാം. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ട്രാവൽ ടൈമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അത് ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് ഈ രീതിയിൽ വേറൊരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുണ്ട്. ഒന്നുകൂടെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ അങ്ങനെ ഹൈറ്റ് കൂട്ടി വെക്കാം, താഴേക്ക് വേണമെങ്കിൽ താഴേക്ക് കൂട്ടി വെക്കാം. പക്ഷെ ഒരുപാട് നല്ല വെയിറ്റ് ഉള്ള എൻ്റെ എൻ്റെ നമ്മുടെ OnePlus കാര്യമൊക്കെ എന്ന് വെച്ചാൽ ഈ ഹൈറ്റിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആണ്. അത് ഒരു സമയത്ത് എൻ്റെ ഫോണ് ഇതിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1 ടൈം മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻ്റെ OnePlusനകത്ത് വലിയ ടഫാണ്, നല്ല ഹൈറ്റ് കൂട്ടിയേക്കാം. പക്ഷേ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്നതായിട്ടുള്ള സംഭവം. ഇനിയിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ സൈഡിലേക്ക് വണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് കോൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പം. പിന്നെ അത് വേറെ ഒന്നുമില്ല, ഇത് വാങ്ങുന്ന ടൈം തന്നെ എനിക്ക് 2 പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇതിന് ബാക്ക് പൗച്ച് ഉള്ളതുകൊണ്ട് ഫോണ് വേറെ ഫോൺ തൽക്കാലം ഇട്ടിരിക്കട്ടെ. ഇതുപോലൊരു പ്ലേറ്റ് ആണ്. ഇത് വേറെ ചെറിയൊരു പ്ലേറ്റാണ്. വെച്ച് കഴിഞ്ഞാൽ പിടിച്ചിരിക്കും. ഇത് നല്ല അടിപൊളി മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കാര്യങ്ങളെല്ലാം. ഇതിനകത്തൊന്നും യാതൊരു സംഭവമില്ല. ഇതിന്റെ ഒരു റൗണ്ട് ടൈപ്പ് പ്ലേറ്റ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്ലേറ്റ് ആണ്. എൻ്റെ OnePlusന്റെ ബാക്കിലായാലും പൗച്ചിനകത്ത് സാധനം ഇട്ടേക്കുക. അപ്പോൾ ട്രാവൽ ടൈമിൽ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് ഈ രീതിയിൽ സാധനം അതിനകത്ത് പിടിച്ച് ഇരുന്നോളും. ഇത് നമ്മൾ ഊരാനായിട്ട് ഇതിന്റെ ബാക്കിൽ ലോക്ക് ഉണ്ട്, അത് ആദ്യമേ ഊരുക. പിന്നെ അതിനുശേഷം നമ്മുടെ ഇത് അടി കൂട്ടി പിടിക്കണം, ഇല്ലെങ്കിൽ എന്താ പറയാ പറഞ്ഞു വരും സാധനം. ഇത്രയേ ഉള്ള ഹൈറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു 2 ലോക്കാണ്. ആക്ച്വലി ചില ഹോൾഡേഴ്സ് നിങ്ങൾ സാധാ ഹോൾഡർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്വം മാത്രം ഉണ്ടെങ്കിൽ കാര്യമില്ല. ചില സമയത്ത് ഓവർ ചൂടോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചില കണ്ടീഷനിൽ ഇത് ഇളകി വീഴാൻ സാധ്യതയുണ്ട്. ഇതുപോലുണ്ട് വേറെ ലോക്കും ഉണ്ട് അകത്തുനിന്ന്. ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് താഴേക്ക് പ്രസ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സാധനത്തിന് താഴേക്ക് പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ലോക്കാണ്. അപ്പോൾ ഈ 2 ലോക്ക് ഉണ്ടെങ്കിൽ ഏതൊരു നമ്മുടെ കാർ മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ടും കാര്യമുള്ളൂ. അപ്പോൾ സാധാരണ ഇതുപോലത്തെ നോർമൽ വരുന്ന കാർ ഹോൾഡറിന് ഈ സാധനം ഉണ്ടാവും. പക്ഷെ ഇവിടെ മാഗ്നറ്റിന് വരാം. നിങ്ങൾ നേരത്തെ ഈ ഫോട്ടോയിൽ നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ ആ രീതിയിലൊക്കെ ഉള്ള മൊബൈൽ ഹോൾഡേഴ്സ് ആയിരിക്കും വരിക. ഇതിൻ്റെ ബാക്കിൽ ലേശം ഒരു വെള്ളത്തിൻ്റെ അംശം തൽക്കാലം ചെയ്തിട്ടില്ല. വെച്ചതിന് ശേഷം താഴേക്ക് അമക്കുക. അതിനുശേഷം താഴേക്ക് അമക്കിയിട്ട് നമ്മുടെ ലോക്ക് ലോക്കിട്ട് കൊടുത്തെങ്കിൽ സാധനം അവിടെ ഇരിക്കും. പിന്നെ ഒരു കുഴപ്പമില്ല ഐറ്റത്തിന്, കണ്ടില്ലേ. പിന്നെ ഇതൊക്കെ ഏത് ആംഗിൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പോർട്രേറ്റ് മോഡൽ വെക്കണമെങ്കിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പോർട്രേറ്റ് മോഡൽ വെക്കാം, തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മോഡൽ വെക്കാം. അപ്പോൾ ഏത് രീതിയിലും ഒരു വ്ളോഗറിനെ സംബന്ധിച്ചോളം ട്രാവൽ ടൈമിൽ ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. ഒരുപാട് നാൾ ഞാൻ സഫർ ചെയ്തു. എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കാലിലൊക്കെ ഫോൺ വെച്ചിട്ടാണ് മാപ്പും കാര്യമൊക്കെ നോക്കി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സാധനം വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര കംഫോർട്ടാണ് വ്ളോഗിങ് ടൈമിലായാലും അല്ലെങ്കിൽ ട്രാവൽ ടൈമിലായാലും. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ബ്രാക്കറ്റിനകത്ത് ഇട്ടതിന് ശേഷം ഇതല്ല കേട്ടോ പ്ലേറ്റ്, ഇതിനകത്താണ് വെച്ചേക്കുന്നത്. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ സാധനം അവിടെ ഇരുന്ന് സ്മൂത്ത് ആയിട്ടിരുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ലിങ്ക്, ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് ഓൺലൈനിലൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇടാതിൻ്റെ കാര്യം വെച്ചാൽ ഇത് എന്താ പറയുക പല ക്വാളിറ്റിയിൽ പല കമ്പനീസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എങ്ങും കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ദിസ് ഈസ് ശ്രീരാജ് signing off from vblog4u.